അങ്ങനെ നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ഇതാ T20 വേൾഡ് കപ്പ് നേടിയെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ടീം. ടെൻഷൻ അടിച്ച് ചത്തില്ലാണ്ടായ ഒരു ഗെയിമായിരുന്നു ഇന്നത്തേത്. ഒന്നും പറയാനില്ല. തോറ്റെന്ന് വിചാരിച്ചിരുന്നൊരു സമയത്ത് ഓസ്ട്രേലിയക്കൊപ്പം എന്താണ് 2024 വേൾഡ് കപ്പിൽ സംഭവിച്ചത്, അത് തന്നെ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു എന്ന് തോന്നിച്ചെടുത്തു നിന്നാണ് നമ്മുടെ ബൂമറയും പാണ്ഡ്യയും എല്ലാവരും അടങ്ങുന്ന ഇന്ത്യൻ ടീമിന്റെ ബോളിംഗ് നിര ഇന്ത്യൻ ടീമിനെ വളർത്തിക്കൊണ്ടുവന്നത്, ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത്. എന്തൊക്കെയാണെങ്കിലും 2024 ഇതാ പുതിയൊരു ചരിത്രം എഴുതി ചേർത്തിരിക്കുകയാണ് രോഹിത് ശർമ്മ. 17 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2007 MS ധോണിക്ക് ശേഷം ഇതാ രോഹിത് ശർമ്മ T20 വേൾഡ് കപ്പ് നേടിയ ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. അടിപൊളി കിടിലൻ ഗെയിം. എടുത്തു പറയേണ്ട പേരുകളാണ് നമ്മളുടെ പാണ്ഡ്യ, ബൂംറ, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഹീറോ ആയിട്ടുള്ള രോഹിത് ശർമ്മ. ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം പ്രാവശ്യമൊക്കെ. എന്നാലും ഫൈനലി വന്നിട്ടൊരു കിടിലൻ ഗെയിം തന്നെ കാഴ്ചവെച്ചു നമ്മുടെ കിങ് കോഹ്ലി. ഒന്നും പറയാനില്ല. അടിപൊളി കിടിലൻ ഗെയിം തന്നെയായിരുന്നു. ടെൻഷൻ അടിച്ച് ഒരു ഗെയിമായിരുന്നു. തോറ്റു എന്തൊക്കെയായാലും തോറ്റു. ഇത്രയും ബോളല്ലേ ഉള്ളൂ, ഇത്രയും ഓവറല്ലേ ഉള്ളൂ, ഇവന്മാർ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് മോനെ മാറ്റം കൊണ്ടുവന്ന നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച്. അത് പറയാതെ ഒരിക്കലും ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല. അടിപൊളി കിട്ടിലോസ്കി ക്യാച്ചായിരുന്നു. ഒന്നും പറയാനില്ല. സൂപ്പർ. ആ ഒരു ക്യാച്ചിൽ നിന്നാണ് പിന്നീട് വിക്കറ്റുകൾ വരാൻ തുടങ്ങിയതും. നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ അടിച്ചമർത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ടീം കയറി വന്ന് T20 വേൾഡ് കപ്പിൽ ഇതാ മുത്തമിട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ സ്വന്തം ഹിറ്റ്മാൻ ആയിട്ടുള്ള രോഹിത് ശർമ്മ. ഒരുപാട് സന്തോഷം. ഒത്തിരി ടെൻഷൻ അടിച്ച് കണ്ടൊരു ഗെയിമാണ്. എന്തൊക്കെയാണെങ്കിലും ഓസ്ട്രേലിയക്കൊപ്പം വേൾഡ് കപ്പിൽ സംഭവിച്ച ഒരു അബദ്ധം നമുക്കിവിടെ സംഭവിച്ചില്ല. നമുക്ക് ആ വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് ഇതാ 2024 17 കൊല്ലങ്ങൾക്ക് ശേഷം കിട്ടിയിരിക്കുകയാണ്. ഒത്തിരി ഹാപ്പിയാണ്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷം. ഒരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം.